നമ്മുടെ കൊല്ലം ബീച്ചിലും ഒരു കണ്ടെയ്നർ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കുറേ ന്യൂസുകാരൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ കടലിന്റെ അടുത്ത് നിൽക്കുവാണ്. അതെ, നമ്മുടെ കൊല്ലം ബീച്ചിൽ നിൽക്കുവാണ്. നമ്മുടെ കപ്പൽ മുങ്ങി കണ്ടെയ്നർ കടലിൽ പോയില്ലേ, അതിൽ ഒരെണ്ണം 27-ാം തീയതി, അതായത് ഇന്ന് രാവിലെ നമ്മുടെ കൊല്ലം ബീച്ചിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് കണ്ട് അറിഞ്ഞ് ഞങ്ങൾ വന്നതാണ്. അതെ, ഇതാ അവിടെയാണ് കണ്ടെയ്നർ കിടക്കുന്നത്. കണ്ടോ, അകത്തൊന്നും ഇല്ല. ഞങ്ങൾ ഇച്ചിരി ഡിസ്റ്റൻസ് പാലിച്ച് നിൽക്കുക. എന്താ സംഭവം എന്ന് വെച്ചാലേ വേറൊന്നും കൊണ്ടല്ല, ഇതിനകത്ത് എന്ത് മെറ്റീരിയൽ ആണെങ്കിലും ചിലപ്പോഴേ അത് മാത്രമല്ല തിര വരുന്നത് നല്ല പതയുണ്ട്. അല്ല, അത് ഒരു റീസൺ ഉണ്ട്. എല്ലാവരും അങ്ങ് പോയി നിൽക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നു. ഇതിനകത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ സംഭവം? അതായത് ഒരു കണ്ടെയ്നർ ഇതിനകത്ത് കയറ്റി കഴിയുമ്പോൾ ഇതിനകത്ത് കയറ്റുന്ന ഗുഡ്സ് അനുസരിച്ച് എനിക്ക് ചെറിയ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് ഈ ഗുഡ്സ് അനുസരിച്ച് ഇതിനകത്ത് കെമിക്കൽസ് ആഡ് ചെയ്യും, ചീത്തയാവാതിരിക്കാൻ. ഇപ്പോൾ തടിയാണെന്നുണ്ടെങ്കിൽ അതിനെ ഫ്യൂമിഗേറ്റ് ചെയ്തിട്ട് അതിനൊരു കെമിക്കൽ ആഡ് ചെയ്യും, തടി ചീത്തയാവാതിരിക്കാൻ ഒരു ട്രീ. ഈവൻ ഫുഡ് ആണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് ഈ കണ്ടെയ്നറിനകത്താക്കിയിട്ട് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് പൊട്ടുമ്പം ഈ കെമിക്കൽ മിക്സ് ആവും കടലിൽ മിക്സ് ആവും, അല്ലെങ്കിൽ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ഇതിനെ തുടരുത് എന്ന് പറയുന്നത്. പക്ഷെ അത് കേൾക്കാതെ തന്നെ ഇപ്പൊ ഒരുപാട് പേര് കാല് നനയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാല് നനയ്ക്കുന്നുണ്ട്, പക്ഷെ അത് തുടരുത്. അത് തൊടാതിരിക്കുക. കാലായാലും വെള്ളത്തിൽ നനയ്ക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ഇത് വരുമോന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ ഇച്ചിരി ദൂരെയാണ് നിൽക്കുന്നത്. 200 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ആരും അങ്ങനെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെ, പക്ഷെ നമ്മള് ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത്. ഇതാണ് കൊല്ലം ബീച്ച് കേട്ടോ. കൊല്ലം ബീച്ചിൽ ഏത് ഭാഗമാണെന്ന് വെച്ചാൽ നമ്മൾ വാടിയിലോട്ട് പോകത്തില്ലേ, അതായത് നമ്മൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഈ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞ് താഴോട്ട് വന്നാൽ നേരെ കാണാം, സംഭവം നേരെ കാണാം. അങ്ങനെ നമ്മൾ ഈ ഒരു സംഭവം കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. ഇവിടെ അടുത്തോട്ട് വരരുതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആളൊക്കെ ഉണ്ട്, ന്യൂസ് റിപ്പോർട്ടേഴ്സൊക്കെ ഉണ്ട്. ഈ ഒരൊറ്റൊരെണ്ണമാണ് നമ്മുടെ ഈ ഒരു കൊല്ലം ബീച്ചിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. വേറെയൊക്കെ ഉണ്ട്, അഴീക്കൽ ബീച്ചിലൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഇവിടെ ഈ ഒരു ഒറ്റൊരെണ്ണം വന്നിരിക്കും. ഇതിനകത്തൊന്നും ഇല്ല. ഞങ്ങൾ ഈ വീഡിയോ എടുത്ത് ഒരു മാക്സിമം ഒരു കുറച്ച് സമയത്തിനകത്ത് ഇത് അപ്ലോഡ് ചെയ്യാം. പക്ഷെ വരാതിരിക്കുന്ന അത്രയും നല്ലത്. എത്ര താല്പര്യം. നമ്മള് ഇവിടെ ഇത് കാണാനായിട്ട് വന്നതല്ല, ഞങ്ങൾ ഇതുവഴി ജസ്റ്റ് പാസ് ചെയ്തപ്പോഴത്തേക്ക് ഒരു തിരക്ക് മീഡിയ ഒക്കെ ഉണ്ടായിരുന്നു, ന്യൂസ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ എന്തോന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാ. അന്നേരം നോക്കിയപ്പോഴത്തേക്ക് കണ്ടെയ്നർ ഇവിടെ കിടക്കുന്നു. പക്ഷെ ഇത് ഇവിടെ ഒരു ഭാഗത്ത് ഒരെണ്ണം കൂടെ ഉണ്ടെന്നാണ് നിലവിൽ ഭാഗത്തുണ്ടെന്ന് പറയുന്നു അറിവ്. അപ്പൊ നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. പക്ഷേ ശ്രദ്ധിച്ചായിരുന്നു, കടലിന്റെ കളറിനൊക്കെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. നമ്മൾ ഇന്നലെ വന്നപ്പോഴും പറഞ്ഞായിരുന്നു ഷോർട്ടിട്ടുണ്ട്, ഒരു ചേഞ്ച് ഉണ്ട്. അത് മാത്രമല്ല നല്ല തിരയും ഉണ്ട്. ആ കണ്ടെയ്നറേ അനങ്ങുന്നുണ്ട്, കണ്ട ആൾക്കാർ ഓടുന്ന എന്താ പറയുക, കണ്ട എല്ലാം പൊട്ടിപ്പോയി. അതിനകത്തൊക്കെ ഒന്നുമില്ല. ആൾക്കാർ തിരയും കൂടെ അടിച്ചപ്പോഴത്തേക്ക് വീണ്ടും അത് പൊട്ടിക്കൊണ്ടിരിക്കുക. പൊട്ടുന്നല്ല, ആൾക്കാർ ഓടുന്ന എന്താ പറയുക, ഇതിങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആ ഭാഗത്ത് തിര കയറാതെ വരുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ശ്രദ്ധിച്ച. അതുകൊണ്ടാണ് ഈ തിര പലയിടത്തും കൂടുതലായിട്ട് വരുന്നത്. ആ ഭാഗത്തോട്ട് തിര കയറി വരാൻ പറ്റുന്നില്ലല്ലോ, ബ്ലോക്ക് ആവുമല്ലോ. അതുകൊണ്ടാണ് എന്തൊക്കെയോ സംഭവിക്കുന്നത്. ആൾക്കാരൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ നേരിട്ട് ഒരെണ്ണം കണ്ടു. അതെ, പക്ഷെ നമ്മൾ അടുത്തോട്ട് പോകാനൊന്നും നിന്നില്ല. ആ കാണുന്ന പുലിമുട്ട, ആ ഭാഗത്ത് കാണുന്നത്, അതായത് ഇത് കണ്ടോ, ഈ കാണുന്നത് നമ്മുടെ പുലിമുട്ടാണ്. ആ പുലിമുട്ടിന്റെ അപ്പുറത്ത് ആ കാണുന്നത് നമ്മുടെ കൊല്ലം പോർട്ടാണ്. കണ്ടെയ്നർ ഭയങ്കരമായിട്ട് ഇളകുന്നു കേട്ടോ. കണ്ട കണ്ടെയ്നർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇളകുന്നുണ്ടോ? ഭയങ്കരമായിട്ട് ഇളകുന്നുണ്ട്. അത് ഒന്നെങ്കിൽ അടിച്ച് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങ് താഴോട്ട് പോകും. നമുക്കെങ്കിൽ ഇവിടുന്ന് പയ്യെ അങ്ങോട്ട് നമുക്ക് പോവാം, അതാ നല്ലത്. ഇനി തിരയുടെ ഇത് കൂടിയ ശക്തി കൂടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. അല്ലെങ്കിൽ ബോട്ടൊന്നും പോകുന്നില്ല. ഈ ബോട്ടൊക്കെ ഇവിടെ അങ്ങനെ വെക്കുന്നതല്ല അല്ലേ? അതെ, ഇത് ഇത്തിരി അകത്തോട്ട് പോകുന്ന വെള്ളമാ. നല്ല കാറ്റും ഉണ്ട്, ഭയങ്കര കാറ്റ് കേട്ടാ. ഭയങ്കര കാറ്റ്. ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് ചെറുതായിട്ടൊന്നും മഴ പൊടിച്ചു. ഞാൻ വിചാരിച്ചു നല്ല മഴയായിരിക്കും, നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല വിചാരിച്ച. പക്ഷെ എടുക്കാനൊക്കെ പറ്റി. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ഓരോരുത്തർ തിരയുടെ ശക്തി ഉണ്ടോ? ഇവിടം വരെ വരും. ഞങ്ങൾ ഏകദേശം നല്ല ദൂരത്താ നിൽക്കുന്നത്. കടല് നല്ല രീതിയിൽ കയറി വരുക. അറിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്നൊരു പിടുത്തമില്ല. ഈ തിരയുടെ ഇത് കൂടുതലുണ്ട്. നോക്ക്, ഒറ്റ വള്ളങ്ങളില്ല. ഇത് നമ്മുടെ കൊല്ലം ബീച്ചാട്ടാ. വേറെ അഴീക്കൽ ഭാഗത്ത് കണ്ടെയ്നേഴ്സ് വന്നിട്ടുണ്ട്. ആരോ ഒരാൾ അതിനകത്ത് ഇറങ്ങി, കണ്ട എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഒരാളത് കണ്ടെയ്നറിന്റെ അകത്തോട്ട് പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് അവര് പറഞ്ഞേക്കുന്നത് വേറൊന്നും കൊണ്ടായിരിക്കത്തില്ല.
അതിനകത്തൊന്നും ഇല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ കെമിക്കൽസ് ചെയ്തിട്ടുണ്ടായതുകൊണ്ടായിരിക്കാം പറയുന്നത് അടുത്തോട്ട് പോരുത്. അവിടെ ഉത്തരവാദിത്തപ്പെട്ട എനിക്ക് തോന്നുന്നു ഒരു ഓഫീസർ അവിടെ നിപ്പുണ്ട്. ഓഫീസർ ദാ വന്നു. ഓഫീസർ അവിടെ നിപ്പുണ്ട്. ഞാൻ ഓഫീസറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ സാറാണ് പറഞ്ഞിരുന്നത് 200 മീറ്റർ ഡിസ്റ്റൻസിൽ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരും വേറെ ആൾക്കാരെ ഒന്നും ഞാൻ കണ്ടില്ല. ആ ഒരു ഓഫീസറെ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ നമ്മൾ വന്നപ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂസ് ചാനൽസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവര് നിൽക്കുന്ന കണ്ടോടെ ഇറങ്ങിയത്. അതെ, ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ന്യൂസ് ചാനലുകൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇറങ്ങിയത് സത്യം പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങത്തില്ലായിരുന്നു, അപ്പോഴേ അങ്ങ് പോയേനായിരുന്നില്ല. ഇനിയിപ്പോഴും അപ്പുറത്തൊരെണ്ണം ഉണ്ടെന്ന് പറയും. നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. അതിനകത്ത് ഇനി സാധനം ഉണ്ടോന്ന് അറിയത്തില്ല. അതിവിടെ നോക്കാം. സ്പോട്ട് നമ്പർ 2. നല്ല തിരക്ക്, നല്ല ഇതുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടോ? സോറി, ബാഗിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ബാഗ് വെച്ചൊരു തട്ട് ഞാനിപ്പം കറങ്ങി തിരിഞ്ഞൂടെ കിടന്നില്ലായിരുന്നു, മറന്നുപോയി. പക്ഷെ അത് കണ്ടെയ്നർ കയറി വരുക കേട്ടോ. കണ്ടോ, ആൾക്കാരിങ്ങനെ ന്യൂസിൽ കണ്ടുകൊണ്ട് വരുക. എന്നാ പോവാം. അങ്ങനെ നമ്മള് ബീച്ചിൽ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മുടെ രാമവർമ്മ ക്ലബിന്റെ അവിടെ എത്തി. അതെ, ഇവിടൊക്കെ മരമൊക്കെ ഒരുപാട് വീണേക്കുന്നു കേട്ടോ. മഴ പെയ്ത് ഇന്നലെ നമ്മള് ഇതുവഴി വന്നപ്പോഴത്തേക്ക് മരം ഒടിഞ്ഞു വീണ് കിടക്കുമായിരുന്നു. അത് കാരണം നമ്മള് വേറൊരു വഴി കൂടെയാ വന്നത്. അത് പക്ഷെ ചുറ്റായി പോയല്ലേ? അതെ, ഭയങ്കര ചുറ്റായി. പിന്നെ അത് മാത്രമല്ല, മഴ മാത്രമല്ല, ഇപ്പം കൊറോണയും കൂടി വരിക. അത് കാരണം ഞങ്ങള് മാസ്ക് ഒക്കെ വെച്ചു. മാസ്ക് ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റൂ. മാസ്ക് ഇട്ടിട്ടുണ്ട്. മാസ്ക് ഇല്ലാതെ ഇനി ഞങ്ങളെ കാണാൻ പറ്റില്ല. ഇനിയിപ്പൊ കായലിലെ മീന് ഡിമാൻഡ് കൂടും ഉറപ്പായിട്ടും. കാര്യം എന്താ അറിയാമോ, കടലിലെ മീനൊന്നും ഇപ്പം കഴിച്ചുകൂടെന്നൊക്കെ പറയുന്നു. ഞാനൊരു 24 ന്യൂസ് ആണോ എന്ന് എനിക്കറിയില്ല, ഏതൊരു ന്യൂസ് ചാനലിൽ കണ്ട് ഇനി കടലിലെ മീൻ കഴിച്ചാൽ ക്യാൻസർ വരാൻ സാധ്യത ഉള്ളതാണോ എന്ന് അറിയാൻ വയ്യ. അതെന്താ അറിയാമോ, ഈ കപ്പലിനകത്തുനിന്ന് പോയ കണ്ടെയ്നറിനകത്ത് എന്തൊക്കെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാ ഇവിടുത്തെ എല്ലാ കടകളും പോയി. പള്ളിയുടെ കടകളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ സ്കൂൾ തുറക്കും, അതുകൊണ്ട് സ്കൂളിലുള്ള കടകളെല്ലാം നേരത്തെ പോയി. സാധാരണ ഇങ്ങനെ അല്ല. സാധാരണ നമ്മള് ഈ മാസം അവസാനം വരെ കടയൊക്കെ കാണുന്നതാണ്. ഇത്തവണ വലിയ തിരക്കൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നമുക്കിനി വീട്ടിൽ പോയിട്ട് കാണാം. അതെ, വീഡിയോ എടുത്തില്ല, വീട്ടിൽ വന്നപ്പോ മറന്നുപോയി. നമ്മള് റീൽസ് അപ്ലോഡ് ചെയ്ത് അത് കഴിഞ്ഞ് ആ ചോറ് കഴിക്കാതിരുന്ന്. ഇന്ന് സ്പെഷ്യലാ, ഇന്ന് സ്പെഷ്യലാ ചോറ്, അങ്കമാലി മാങ്ങക്കറി, ചക്കക്കുരു മെഴുക്ക് പുരട്ടിയതും പപ്പടവും. ഞാൻ ആദ്യം കേട്ടോ ഈ അങ്കമാലി മാങ്ങാക്കറി കൂട്ടുന്നത്. ഞാനും ഫസ്റ്റ് ടൈം. എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇതേ കണക്ക് വേറൊരു സാധനം വെച്ചായിരുന്നു അമ്മ, ഓർമ്മയുണ്ടോ? മാമ്പഴപ്പുളിശ്ശേരി. ഞാൻ സത്യത്തിൽ നീ വന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അതായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കൊള്ളാം, ഇതൊരു വെറൈറ്റി. ഇടയ്ക്കിടയ്ക്ക് ഓരോ വെറൈറ്റികളാ. പപ്പടം ഒന്ന് കാണിച്ചു കൊടുത്തേ. കുട്ടിപ്പപ്പടം വളരെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇത് എടുത്തപ്പം വിചാരിച്ച ടേസ്റ്റ് കാണത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, വലിയ പപ്പടത്തിനെക്കാട്ടി കുഞ്ഞു പപ്പടത്തിന് ടേസ്റ്റ് കൂടുതലാണ്. പക്ഷെ ചില കുഞ്ഞു പപ്പടത്തിന് ടേസ്റ്റ് ഇല്ല. ഇത് കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ഐറ്റം കൊണ്ടുള്ളൂ, ചക്കക്കുരു. അത് പറഞ്ഞില്ലേ, ചക്കക്കുരു. അപ്പൊ ഇനി ചക്കക്കുരു ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. എനിക്ക് ഇഷ്ടം ഏതാണെന്നറിയാമോ? ഇന്നലെ പിന്നെ എന്റെ ചക്കക്കുരു മേടിച്ചു കഴിച്ചാ. ചക്കക്കുരു അല്ല മേടിച്ചു കഴിച്ചത്, പച്ചക്ക. സോറി, തെറ്റിപ്പോയി. പച്ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്ക, കോവയ്ക്ക, അങ്ങനെയുള്ള ഐറ്റംസ്.